നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ട് തന്ന സ്റ്റാമ്പ് പേപ്പർ അല്ല സെക്സ് എന്ന് പറഞ്ഞ് തേച്ചിട്ട് പോയ ഒരു പെണ്ണ്. നേരെ മറിച്ച് അത് ആണാണ് ചെയ്തിരുന്നെങ്കിലോ അവിടെ എന്തൊക്കെ പുകിലുകൾ ഉണ്ടായേനല്ലേ. എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ വെളുത്ത് തുടുത്തിരിക്കണം, അല്ലാതെ നിന്നെ പോലെ കറുത്തിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ബോഡി ഷേമിങ് ചെയ്ത് നമ്മൾ ഇട്ടിട്ട് പോയ നമ്മുടെ എക്സിനോട് റിവെഞ്ച് എടുക്കോ, ചിലപ്പോൾ എടുക്കോ ഇല്ലേ അറിയില്ല അല്ലെ. പക്ഷെ ഈ കഥയിലെ നായകൻ ടോമി ഒരു വലിയ റിവെഞ്ച് തന്നെയാണ് അവളോട് എടുത്തത്. ഇതിന്റെ ക്ലൈമാക്സിൽ ആ ഒരു വലിയ റിവെഞ്ച് എന്താന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതുപോലൊരു റിവെഞ്ച് ആരും ചെയ്യാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പൊ അധികം നീട്ടി വലിക്കാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോവാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു നല്ല മഴയുള്ള രാത്രിയാണ് കാണിക്കുന്നത്. ഒരു പോലീസ് ജീപ്പ് പള്ളിവടയിൽ വന്ന് നിർത്തുന്നുണ്ട്. രാജൻ പോലീസ് ഇറങ്ങിയിട്ട് അച്ഛനെ കാണാനായിട്ട് പോവാണ്. അച്ഛനോട് ഈ ഒരു പോലീസുകാരൻ ടോമിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ടോമി ഗൾഫിൽ നിന്ന് 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഈ ടോമി വരുന്ന ദിവസം തന്നെ ഈ രാജൻ പോലീസിനെ അറിയിക്കണമെന്ന് ആ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനോടും ആ ടോമിക്ക് ശത്രുത ഉണ്ടാവും, നിങ്ങളെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് രാജൻ പോലീസ് പറയുന്നത്. എന്നാ അച്ഛൻ പറയാണ്, അവൻ എന്റെ മോനല്ലേ, അവൻ എന്നെ കൊല്ലൂല, അവൻക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവില്ല എന്ന്. പിന്നെ അവന്റെ പ്രണയം തകരാനായിട്ട് ഞാനൊരു ഡയറക്റ്റ് കാരണമൊന്നും അല്ലായിരുന്നു, ഞാനും അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്, അത് അവനക്ക് അറിയാം, അതുകൊണ്ട് എന്നോട് അവനക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ ആ രാജൻ പോലീസ്, ഞാൻ ആദ്യം വിചാരിച്ചത് അവൻ സൂയിസൈഡ് ചെയ്യുന്നതാണ്, പക്ഷെ ഇപ്പോ എനിക്ക് ആ ഒരു പേടിയില്ല, എന്നാലും അവനക്ക് എല്ലാവരോടും ദേഷ്യം ഉണ്ടാവും, നാട്ടുകാരോടും വീട്ടുകാരോടും ആ ഒരു പെണ്ണിനോടും എന്തിനാ അവരെ പിരിയിപ്പിക്കാനായിട്ട് കാരണമായ എല്ലാവരോടും അവനക്ക് എന്തായാലും ഒരു പക ഉള്ളിലുണ്ടാവും എന്ന് പറയാണ്. ടോമി ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ വന്ന് ഞാൻ അത് നേരിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചു പോകുള്ളൂ എന്ന് രാജൻ പോലീസ് പറയാണ്. അങ്ങനെ ടോമി വരേണ്ട സമയത്താണ് ടോമിയും മഴ നനഞ്ഞ് മഴ കൊണ്ടുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറി വരുന്നുണ്ട്. ടോമിയെ കണ്ട് രാജനോ, അയ്യോ എന്റെ കൊട ഉണ്ടായിരുന്നു, നനഞ്ഞൂല്ലേ ആകനെ, ഞാൻ അത് വിട്ടുപോയി എന്ന് പറയാണ്. ടോമി അപ്പോ അതൊന്നും സാരില്ല, ഇതിപ്പോ ഞാൻ നനയുന്നത് നിങ്ങൾ ആദ്യമായിട്ടൊന്നല്ലോ കാണുന്നതെന്നും പറഞ്ഞ് നേരെ അച്ഛന്റെ അടുത്തേക്ക് പോയി അച്ഛന് സ്തുതിയും കൊടുത്ത് കുറെ വർഷമായില്ല കണ്ടിട്ട് എന്ന് വല്ലതും പറയുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ സ്നേഹപ്രകടനം നടത്താൻ. ടോമി തിരിച്ചു വരുന്നുണ്ടെന്ന് അറിഞ്ഞ അച്ഛനും ടേബിള് നിറച്ച് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ടോമിക്ക് സ്നേഹത്തോടുകൂടി വിളമ്പി കൊടുക്കുന്നെല്ലാം ഉണ്ട്. ടോമിയുടെ വർത്താനത്തിൽ നിന്ന് രാജൻ പോലീസിന് മനസ്സിലാവാണ് അവൻ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം. ആദ്യകാലങ്ങളിലൊക്കെ അവനക്ക് ഭയങ്കര വിഷമായിരുന്നെന്നും ഇപ്പൊ എനിക്ക് ആ ഒരു വിഷമില്ല, എന്നെ തേച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് അവൾക്ക് അത്ര സന്തോഷ ജീവിതം ഒന്നല്ല കിട്ടിയത്. അവള് വിചാരിച്ച പോലെ ഒന്നായിരുന്നില്ല അവളുടെ ഭർത്താവ്, അവളെ ഒരുപാട് ഉപദ്രവിക്കും, ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്, പിന്നെ വേറെ പെണ്ണുങ്ങളോടുള്ള അഫയേഴ്സ്, ഇതൊക്കെ മതിയില്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ എന്ന് പറയാണ്. അപ്പൊ ആ ഒരു അച്ഛനും നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ടോമിയും എന്നും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ സീൻ കട്ട് ചെയ്ത് ടോമി പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്നോട് ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ പൊറുക്കുന്ന പോലെ ഞാൻ ചെയ്യുന്ന തെറ്റുകളും പുറത്തു തരണമെന്ന് അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം ടോമി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അച്ഛന്റെ കൂടെ നടക്കുമ്പോഴും അവൻ ജനിച്ചു വളർന്ന ആ പള്ളി കാണുമ്പോഴും എല്ലാം. അതുപോലെ തന്നെ ആ ഒരു രാജൻ പോലീസ് ഉണ്ടായിരുന്നല്ലോ, അവനെ എപ്പോഴും ടോമി കോൾ ചെയ്യായിരുന്നു, അവന് സന്തോഷത്തോടുകൂടി സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ടോമി അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് പറയാണ്, ഞാൻ മനോജിന്റെ അടുത്തേക്ക് പോകാണ്, എന്തായാലും ഞാൻ ഈ ഗൾഫിലേക്ക് തിരിച്ചു പോണതിന് മുമ്പ് അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടേ പോവുള്ളൂ, ഞാനും മനോജും കൂടി ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തായാലും ഞാൻ അവനെയും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാൻ നാളെ തന്നെ പോകുമെന്ന് പറയാണ്. അച്ഛന്റെ മുഖം ചെറുതായിട്ട് അപ്പൊ ഒന്ന് വാടുന്നുണ്ടായിരുന്നു. കാര്യം എന്താന്ന് അച്ഛനോട് ടോമി ചോദിക്കുമ്പോ പണ്ട് ടോമിയുടെ അമ്മക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ടോമിയുടെ അമ്മ അവൻ ഈ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ആന്ധ്രയിൽ ഒരു ആശുപത്രിയിലേക്ക് ജോലിക്കും ചികിത്സക്കും വേണ്ടി പോവാണ്. ടോമിനെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴും ആ അമ്മക്ക് അറിയാമായിരുന്നു താൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ളത്. ആ ഒരു അമ്മയോട് ആ ഒരു അച്ഛന് വലിയൊരു കടപ്പാടുണ്ടെന്നും നീ നന്നായി വളരണമെന്ന് ഞാൻ അതുകൊണ്ടാണ് ആഗ്രഹിച്ചതെന്നും അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പെണ്ണ് നിന്നെ വിട്ടിട്ട് പോയപ്പോ നിന്റെ മനസ്സ് കയ്യിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി, നീ എന്തെങ്കിലും ചെയ്യോ, നിന്റെ ജീവൻ നീ തന്നെ ഇല്ലാതാക്കുമെന്നാണ് എനിക്ക് പേടിയുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് ഇപ്പൊ ആ ഒരു പേടിയില്ലാന്ന് അച്ഛൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ടോമി ഒരു ടാക്സി ബുക്ക് ചെയ്ത് മനോജിന്റെ വീട്ടിലേക്കായിട്ട് പോകുന്നുണ്ട്. അവൻ മനോജിനോട് പറയാണ് തന്റെ അമ്മ അവനെ ഇട്ടിട്ട് പോയ കാര്യം. ഇട്ടിട്ട് പോകുന്ന സമയത്ത് ആകെ കൊടുത്തത് ഒരു സാരി ആയിരുന്നു, ആ സാരി മാത്രമാണ് അമ്മയെ ഓർക്കാനായിട്ട് അവനക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുപ്പത്തില് നല്ല ഹൈറ്റുള്ള മെലിഞ്ഞ ഒരു പെൺകുട്ടി അവനോട് ഇഷ്ടമാണെന്ന് പറയാണ്, അതാണ് ലിജിനി. അവൾക്ക് അന്ന് ക്രിസ്മസ് ഫ്രണ്ടിനെ ഫ്രണ്ട് ആയി കിട്ടിയത് ടോമിനെ ആയിരുന്നു. ടോമിക്ക് ഒരു കത്തും ഒരു ചെറിയ ഉണ്ണി യേശുവിന്റെ പ്രതിമയാണ് അവള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അന്ന് മുതല് അവര് സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ വലുതായ പിന്നെ ലിജിനിക്ക് അവൻ പോരാ എന്ന് തോന്നാണ്. അവള് വിട്ടിട്ട് പോകുന്നവരെ അവൾ എഴുതിയ ആ ഒരു ഫസ്റ്റ് ലെറ്റർ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ടോമി പറയുന്നുണ്ട്. എന്നാൽ അവളുടെ ജീവിതം ഇങ്ങനെ ആവുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവള് തെരഞ്ഞെടുത്ത ലൈഫ് മോശമായി പോയെന്ന് ടോമി പറയുമ്പോ മനോജും അത് ശരി വെച്ചുകൊണ്ട് എന്താ ചെയ്യാ, ഒരു പെണ്ണിന്റെ ജീവിതം അങ്ങനെ തന്നെ, അയാളെ കണ്ടാ പറയോ ഒരു കഞ്ചാവാണെന്ന്. പക്ഷെ എല്ലാ ദുഷിച്ച സ്വഭാവം എനിക്കുണ്ട്, വേറെ എത്ര പെണ്ണുങ്ങളായിട്ടാണെന്ന് അറിയോ ബന്ധമുള്ളത്. പിന്നെ ഇവിടുത്തെ ആ ഒരു ജനല് തുറന്നിടുമ്പോ ഒരു മണം വരാറുണ്ട്, അവരെന്തോ കഞ്ചാവ് പുകയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു
പെണ്ണിന്റെ കഷ്ടകാലം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനോജിന്റെ അമ്മ ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയും മനോജിനോട് നീ ആരെ പറ്റി പറയുന്നേടാ എന്ന് ചോദിക്കുകയാണ്. മനോജ് അപ്പം മിണ്ടാതെ നിന്നിട്ട് അല്ല അമ്മ ബീഫ് വേവിക്കായിരുന്നില്ലേ, എന്തിവിടെ വന്ന് നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. നീ അത് വിട്, ബീഫൊക്കെ അവിടെ ഇരുന്ന് വെന്തോളും, നീ ഇപ്പൊ ആരെ പറ്റിയാ പറഞ്ഞെന്ന് പറയുമ്പോ അടുത്തുണ്ടായിരുന്ന ടോമി ഞങ്ങ അയൽവക്കത്തുള്ള ആ ഒരു ജോബിനെ പറ്റി പറയായിരുന്നു. ആ ഒരു പെണ്ണിന്റെ ഗതികേടെ 5ാം പഠിക്കുന്ന ഒരു പയ്യനെ എന്നൊക്കെ പറയുമ്പോ ആ അമ്മയും അവിടെ ഇരുന്നോണ്ട് പറയാണ്, എന്റെ മോനെ ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, ഇവനിക്ക് കുശുമ്പ, പ്രായം ഇത്രയായിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ കുശുമ്പ. ഇത്രയും പൊന്നും കൂടം പോലത്തെ ഒരു ഭർത്താവിനെ ആർക്കും കിട്ടൂല. ആ ഒരു പെൺകൊച്ച് മുൻജന്മത്തിൽ എന്തോ ഭാഗ്യം ചെയ്തോണ്ടാ ഇതുപോലത്തെ ഒരു നല്ല ഭർത്താവിനെ കിട്ടിയ. ഇപ്പോഴും അവരെ കണ്ടാണ്ടല്ല, ഒരാഴ്ച മുന്നേ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ആണെന്നേ പറയൂ. അത്രയും സ്നേഹം അവര് തമ്മിൽ എന്നെല്ലാം പറയാണ്. ഇത് കേട്ടതും ടോമിക്ക് മനസ്സിലാവാണ് മനോജ് തന്നോടും നുണ പറഞ്ഞതാണെന്നുള്ള കാര്യം. അവനും ആകെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുകയാണ്. കാരണം ഈ 4 വർഷവും അവൻ വിചാരിച്ചിരുന്നത് അവൻ തേച്ചിട്ട് പോയ ലിജിനിക്ക് പണി കിട്ടി അവളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അമ്മയും ബീഫ് കരിയാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട്. ടോമി മനോജിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ മനോജ് ടോമിയോട് പറയാണ്, എന്തായാലും ഞാൻ പറഞ്ഞ ആ ഒരു നുണ കൊണ്ട് നീ 4 വർഷം സമാധാനമായിട്ട് ജീവിച്ചില്ലേ, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ, ഞാൻ പരിചയപ്പെടുമ്പോ നീ എങ്ങനെയായിരുന്നു, ആ നിന്നെ ഇങ്ങനെ ആക്കിയത് ഞാനല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാ ടോമിക്ക് പഴയ പോലെ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത പോലെ ഒക്കെ തോന്നുന്നുണ്ട്. അവൻ ഓക്കെ അല്ലാന്ന് അവനക്ക് തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള പോലെ പ്രാർത്ഥിക്കുമ്പോ ശത്രുക്കൾക്ക് ക്ഷമിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ വരി എത്തുന്ന സമയത്ത് അവൻക്ക് അത് പറയാനേ പറ്റുന്നില്ല. ലിജിനി അവനോട് പറഞ്ഞു പോയ ഡയലോഗുകള് അവന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. നിന്നെ പോലത്തെ ഒരാളെ അല്ല എനിക്ക് വേണ്ടത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് എഴുതി ഉപ്പൊന്നും ഇട്ട് തന്നിട്ടില്ല, ഞാനും നീയും തമ്മിൽ എന്ത് മാച്ചാ ഉള്ളത് എന്നെല്ലാം പറഞ്ഞ് അവന് ബോഡി ഷേമിങ് ചെയ്യുന്ന കാര്യമൊക്കെ. അന്ന് രാത്രി മനോജ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ടോമി അടുത്ത് നിന്ന് പറയാണ്, ഇത്ര നാളും ഞാൻ അവളുടെ ജീവിതം ദുരിതത്തിലാണ്, ഇവൾ എപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിച്ച കഴിഞ്ഞായിരുന്നു. പക്ഷെ അവൾ ഓക്കെ ആണെങ്കിൽ അവൾ ഒരിക്കലും എന്നെ പറ്റി ഓർക്കുന്നുണ്ടാവില്ല. അവൾ എങ്ങനെ വിട്ടാ ശരിയാവില്ല, അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ പറ്റി ഓർക്കില്ല, എന്തെങ്കിലും ചെയ്യണം ടോമി പറയാണ്. അവന്റെ പോയ മാനസിക അസ്വസ്ഥതകൾ തിരിച്ചു വരുന്നുണ്ട്. പിറ്റേ ദിവസം ടോമിയും ലിജിനിയുടെ വീടിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് സോഡ ഒടിക്കുന്നുണ്ട്. ലിജിനിയുടെ ഭർത്താവ് ജോബിന് അവിടെ നിന്ന് പോയി ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ട് ഇപ്പൊ പോയ ജോബിനെ കാണാൻ പറ്റുമോ എന്ന് അവിടുത്തെ ഓണറോട് ചോദിക്കുന്നുണ്ട്. അയാളും ഇല്ല, ജോബിന് ഇപ്പൊ തന്നെ അല്ലേ പുറത്തേക്ക് പോയേ എന്ന് പറയുമ്പോ അവരാന്ന് വെച്ചാല് ആ ഒരു കടക്കാരനോട് എന്നാ ശരി ഒരു പ്രൊട്ടക്ഷൻ എടുത്തോളാൻ പറഞ്ഞ് ആ ഒരു പ്രൊട്ടക്ഷൻ വാങ്ങി ആ ഒരു വീടിനുള്ളിലേക്ക് കയറിപ്പോവാ. ഇത് കണ്ട ആ ഒരു കടക്കാരനും ലോകം മൊത്തം, അതായത് ആ നാട് മുഴുവൻ ഇത് അറിയിക്കാണ്, ഒരു പ്രൊട്ടക്ഷനും കൊണ്ട് ജോബിന് ഇല്ലാത്ത സമയത്ത് ജോബിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഒരാൾ പോയി എന്നുള്ളത്. അവനും ആ വീടിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം കോണിംഗ് ബെല്ലടിക്കുന്നുണ്ട്. ലിജിനി വന്ന് വാതിലോർത്താണ്. അവള് പഴയ പോലെ ആയിരുന്നില്ല, അവളുടെ വേഷങ്ങൾ മാറിയിരുന്നു. ഒരു കോടീശ്വരി എങ്ങനെയാണോ അതുപോലെ തന്നെ ലിജിനി മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവളുടെ ലൈഫ് എത്ര ഹാപ്പിയാണെന്ന് മനസ്സിലാക്കാം. ടോമിയെ കണ്ടതും ലിജിനിയാണെന്ന് വെച്ചാൽ നീ എന്താ ഇവിടെ, എന്റെ ഭർത്താവ് ഇടയില്ല പുറത്ത് പോയേക്കാണെന്ന് പറയാണ്. ടോമി അപ്പൊ എന്നാ ശരി ഞാൻ അകത്ത് കയറിയിട്ട് നിന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമാവണ്ടെന്ന് പറഞ്ഞത് ഈഗോനെ ഹേർട്ട് ചെയ്തോണ്ട് തന്നെ ലിജിനിയും എന്ത് പ്രശ്നം, എന്റെ ഭർത്താവ് അത്രക്കാരനൊന്നല്ല, നീ അകത്തേക്ക് വാ, ഇനി എന്തായാലും അത് വിചാരിച്ച് നീ പോണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ലിജിനിയാണെന്ന് വെച്ചാൽ തന്റെ ഭർത്താവ് ജോബിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവന്റെ കാതിൽ അതൊന്നല്ല കേട്ടോണ്ടിരിക്കുന്നത്, അവള് തന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ ആ ഡയലോഗ് ഉണ്ടല്ലോ അതന്നെയാണ് ടോമിയുടെ കാതിൽ കേട്ടോണ്ടേ ഇരിക്കുന്നത്. ജോബിന് അത്ര നല്ല മനുഷ്യനാണെന്ന് ഞാൻ എടുത്ത തീരുമാനം നന്നായുള്ളൂ, അതുകൊണ്ട് തന്നെ ജീവിതം സെറ്റിലായി എന്നല്ല ലിജിനി പറയുന്നുണ്ട്. കുറെ നേരം അവൻ അവിടെ ഇരുന്നതിന് ശേഷം അവസാനം അവൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഇപ്പൊ റൂട്ടിലാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം ആ മെഡിക്കൽ ഷോപ്പിന്റെ ഓണർ എല്ലാവരോടും ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവനും എന്തോ സാധിച്ചു എന്നുള്ള സന്തോഷത്തില് അവിടെ നിന്ന് ചിരിച്ചോണ്ട് മനോജിന്റെ വീട്ടിലേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മനോജും അവന്റെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് ടോമിനോട് ചോദിക്കുകയാണ്, നീ എന്ത് പണിയായി ഒപ്പിച്ചു വെച്ചേക്കണേന്ന്. ഇപ്പൊ ലിജിയുടെയും ജോബിന്റെയും വീട്ടുകാരെല്ലാവരും നിന്നെ തപ്പി നടക്കാം. ഇപ്പൊ ഒരു ബാറിലുണ്ട്, അത് കഴിഞ്ഞാലേ നേരെ ഇങ്ങോട്ടാ വരാൻ പോകുന്നത്, നിന്നെ ഒരു പഞ്ഞിക്കിടും, വേഗം ഇവിടെ നിന്ന് പോകാനായിട്ട് മനോജ് ടോമിനോട് പറയുന്നുണ്ട്. പക്ഷെ അവനക്ക് ഇവിടെ ആരെയും അറിയില്ലല്ലോ, ഞാൻ എവിടേക്ക് പോവാനാണെന്ന് ടോമി ചോദിക്കുമ്പോ നീ എന്റെ കൂടെ വാ, എനിക്കൊരു സ്ഥലം അറിയാന്നും പറഞ്ഞൊരു പഴയ ഗോഡൌണിലേക്ക് ടോമിയെ കൊണ്ട് മനോജ് പോകുന്നുണ്ട്. ബാക്കി ആരുടെ കണ്ണിലും പെടാതെ. എന്നിട്ട് അവിടെ നാളെ വരെ നീ എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കും, നാളെ നമ്മൾ ഗോവയ്ക്ക് പോവല്ലേ, പിന്നെ പ്രശ്നമൊന്നുമില്ല, പിന്നെ പേടിക്കാനില്ലല്ലോ എന്ന് പറയാണ്. അതൊരു പഴയ ഗോഡൌൺ ആയിരുന്നു, ഇവിടെ വേണം ഒരു റൂം എടുത്താലോ എന്ന് ചോദിക്കുമ്പോ അവരുടെ വീട്ടുകാരെ ഭയങ്കര പിടിപാടുള്ള ആൾക്കാരാ, റൂം എടുത്താലൊക്കെ എങ്ങനെയെങ്കിലും അവരറിയും, ഇവിടെ ആവുമ്പോ ആരും അറിയില്ല, പിന്നെ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, പറഞ്ഞില്ലേ അവര് നല്ല സ്നേഹത്തില, ജോബിന് അവളെന്ന് വെച്ചാൽ അത്രയും വിശ്വാസമാണ്, പിന്നെ നീ കാരണം ഇപ്പൊ അവർക്ക് ഉപകാരമാണ് ഉണ്ടായിക്കണം, എന്തോ ഒരു പ്രശ്നം കൊണ്ട് രണ്ടുപേരുടെ വീട്ടുകാർ തമ്മിൽ സംസാരമൊന്നും ഇല്ലായിരുന്നു, ഇത് കാരണം അവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്നെ പഞ്ഞിക്കിടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക, എന്തായാലും നീ ഇന്നൊരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും, നാളെ നമുക്ക് സെറ്റ് ചെയ്യാന്നും പറഞ്ഞ്
മനോജ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ടോമി അപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ലിജിയും ടോമിയും ബ്രേക്കപ്പ് ആയ ആ ഒരു ടൈം 4 വർഷങ്ങൾക്ക് മുമ്പ് ലിജി ടോമിയോട് ഒരു റെസ്റ്റോറന്റിലേക്ക് വരാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയാണ്. ടോമി അതിന് സമ്മതിക്കാതെ നമ്മുടെ ബന്ധം ഇത്ര ഉള്ളൂ, ചെറുപ്പം മുതലേ നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നല്ലേ, ഇത്ര പെട്ടെന്ന് എങ്ങനെ വേണ്ടാന്ന് വെച്ച് പോവാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ്. ലിജി അപ്പോ ഞാൻ എപ്പോ തൊട്ട് നിന്നോട് പറയാൻ തുടങ്ങിയതാ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, നിന്നെ കല്യാണം കഴിക്കാന്ന് ആലോചിക്കാൻ തന്നെ എനിക്ക് വയ്യ. ഒരു ഡ്രസ്സോ ചെരുപ്പോ പോലും നന്നായി സെലക്ട് ചെയ്യാൻ അറിയാത്ത ആ ഒരു പ്രായത്തിലാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. എനിക്കിപ്പോ ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക് നീ മാച്ച് അല്ലാന്ന്. ഞാൻ വളർന്നിട്ടും നീ ഇപ്പൊ വളർന്നിട്ടേ ഇല്ല. എന്റെ നിന്റെ ഹൈറ്റ് എന്താ, കളർ എന്താ, നമ്മൾ രണ്ടുപേരും ചേരുമെന്നല്ല ലിജി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെയെന്ന് ടോമി ചോദിക്കുമ്പോ സെക്സ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കാന്ന് പറയുന്ന ഒരു വാഗ്ദാനം ഒന്നും അല്ലാന്ന് അവള് കൂസലില്ലാതെ പറയാണ്. അവൻ എത്രത്തോളം സെന്റി അടിക്കാൻ നോക്കിയിട്ടും ദേഷ്യപ്പെട്ട് പറഞ്ഞു നോക്കിയിട്ടും ലിജി അതിന് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് അവന് വേണ്ട, എന്റെ കുട്ടി കറുത്തിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ, നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തെ മാറ്റില്ല എന്നാണ് അവള് പറയുന്നത്. ടോമിയും നീ ഫസ്റ്റ് എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകുമ്പോ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ട പോലെ തോന്നും, എന്റെ അമ്മക്കൊപ്പാണ് ഞാൻ നിന്നെ സ്നേഹിച്ചേർന്നത്, എന്തായാലും ഞാൻ ഫസ്റ്റ് പോവാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ തിരിച്ച് ഓർഫനേജിക്ക് എത്തിയ അവനും ആകെ മൂഡ് ഔട്ട് ആയിരുന്നു. അവന് വെളുക്കാനായി വാങ്ങി വെച്ച ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് കൂട്ടാനായി ഇട്ടുണ്ടാടുന്ന ചെരുപ്പും എല്ലാം അവൻ വേസ്റ്റിലിടാണ്. കാരണം ഇനി അതിന്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചു. പക്ഷെ അവനക്ക് കടുത്തൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവളും കൂടി പോയാല് അവൻ ശരിക്കും അനാഥനാവും എന്ന് അവൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലിജിക്ക് അവൻ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്, നിനക്ക് ഒന്നും കൂടി ചിന്തിച്ചൂടെ, എന്റെ ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാന്ന് പറയാണ്. പക്ഷെ അവള് പറയാണ് നിന്നെ കളയാൻ പറഞ്ഞതേ അവരൊക്കെ ഇതിന് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയാണ്. അപ്പൊ നിന്റെ ആ ഒരു വക്കീൽ ഫ്രണ്ട് ഇതിന് സപ്പോർട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ലിജിയും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, നിന്നെ കളഞ്ഞിട്ട് വരാനായിട്ട് അവളാണ് പറഞ്ഞതെന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു വക്കീൽ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ടോമി പോകുന്നുണ്ട്. അവിടെ നിന്ന് ആ ഒരു ഫ്രണ്ടിനോട് വഴക്കുണ്ടാക്കി അവൻ തിരിച്ചു വരാണ്. ഇതറിഞ്ഞ ലിജിയും ടോമിക്ക് വിളിച്ചിട്ട് നീ എന്തൊക്കെ തോന്നിയാസി കാട്ടിക്കൊണ്ടിരിക്കുന്നത്, നീ അവിടെ പോയി തല്ലുണ്ടാക്കിയില്ലേ, ഇനി മേല എന്റെ ഒരു ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നീ പോവാനേ നിൽക്കരുത്, എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഒന്ന് വിട്ടിട്ട് പോന്നൊക്കെ പറയാണ്. അവൻ വീണ്ടും കെഞ്ചുന്ന സമയത്ത് എനിക്ക് സൗകര്യമില്ല നിന്നെ കല്യാണം കഴിക്കാൻ, നീ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിട്ട് പറയാണ്. ആ ഒരു വീടും തൂക്കി പിടിച്ചോണ്ട് ടോമിയാണെന്ന് വെച്ചാല് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. അവിടെ അന്ന് രാജൻ സാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മുതലാണ് രാജൻ സാറിന് ഇവനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. രാജൻ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനും ഭയങ്കര ക്ഷമയോടുകൂടി കേട്ട് നിൽക്കാണ്. പക്ഷെ ഏത് വകുപ്പിലാണ് ഇത് കേസ് എടുക്കേണ്ടതെന്ന് പോലീസുകാർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും ശരി, നിനക്ക് വേണ്ടി ഞാൻ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് രാജൻ പോലീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജൻ പോലീസ് അവളുടെ വീട്ടിലേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. പേടി തോന്നിയ ലിജി മാറി നിന്ന് അവളുടെ വക്കീൽ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് എന്താണ് ഞാൻ പറയേണ്ടതെന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു പോലീസുകാരനും എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നു, അവനക്കും ഇതുപോലെയായിരുന്നു, ആത്മാർത്ഥ പ്രണയം ഉണ്ടായിരുന്നു, അവള് തേച്ചിട്ട് പോയപ്പോ അവൻ ആത്മഹത്യയാണ് ചെയ്തത്. ഇവിടെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനെയാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. നീ ഒന്നും കൂടി ആലോചിക്കണം, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ, ഭംഗി എന്നൊക്കെ പറയുന്ന ലൈഫിൽ നോക്കാൻ പറ്റുന്ന കാര്യമാണോ, അവനക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കല്യാണം കഴിച്ചൂടെ എന്ന് പറയാണ്. എന്നാൽ ലിജിക്ക് അതിന് തീരെ താല്പര്യമില്ലാന്നും അത് മാത്രമല്ല എന്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചെന്നും പറയാണ്. ആക്ച്വലി അവളുടെ കല്യാണം ഉറപ്പിച്ച് എല്ലാം സെറ്റ് ആയതിനു ശേഷമാണ് അവള് ടോമിനെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇതറിഞ്ഞ ആ ഒരു രാജൻ പോലീസ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടോമിയോട് അവളുടെ മാരേജ് ഫിക്സ് ചെയ്ത കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി അവനും അവസാനമായിട്ട് അവന്റെ അമ്മ കൊടുത്ത ആ ഒരു സാരി തന്നെ കെട്ടി തൂങ്ങുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മയുടെ ശക്തിയോ എന്തോ ആ ഒരു സാരി പൊട്ടി അവൻ നിലത്ത് വീഴാണ്. അവിടെ കിടന്ന് ടോമി ഒരുപാട് കരയാണ്. ഇവിടെ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് പിറ്റേ ദിവസം അയക്കാണ് ഗോവക്ക് പോവാൻ വേണ്ടിയിട്ട് മനോജ് അവിടേക്ക് വരുന്ന സമയം ലിജിയുടെയും ജോബിന്റെയും വീട്ടുകാര് ഇവനെ ഫോളോ ചെയ്ത് വന്ന് ടോമി എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ടോമിയെ ഒരുപാട് അടിക്കുന്നില്ല. ടോമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അവന്റെ കാല് ഒടിഞ്ഞു, ഒരുപാട് തല്ലും കിട്ടിയിട്ടുണ്ട്. രാജൻ പോലീസ് അവിടെ വന്ന് കേസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടോമിയും എനിക്ക് കേസൊന്നുമില്ല, ഇതിന്റെ പേരിൽ ഇനി നാണം കെടാൻ എന്നെ കൊണ്ട് വയ്യാന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു അച്ഛൻ വന്നിട്ട് നീ എന്തൊക്കെ പണിയായി ഒപ്പിച്ചു വെച്ചേക്കുന്നത്, അച്ഛൻ പറയുന്ന മോൻ കേൾക്കണം, എന്റെ കൂടെ ഒരാളെ കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട് ടോമിനെ കൂട്ടിക്കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ സൈക്കാട്രിസ്റ്റും അവന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവനും ഒരു ഫ്രണ്ടിനെ പോലെ അയാളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്, അവൻക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഇവനക്ക് തീരെ അവളില്ലാതെ സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോ ആ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് ചോദിക്കാനായിട്ട് ലിജിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ലിജിയുടെ അച്ഛന്റെ അമ്മയുടെയും എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ലിജി പറയാണ് എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എന്റെ പുട്ട ബുദ്ധിക്കാണ് അവനെ സ്നേഹിച്ചത്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിട്ട് കളയാനായിട്ട്. അത് കേട്ട ടോമിയും ഞാൻ കോടതി
വിജയെ കൊണ്ട് കേസ് കൊടുക്കുന്നു പറയാണ്. ദേഷ്യം വന്ന അച്ഛനും നീ കേസ് കൊടുത്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? കേസിൽ വിജയിച്ച് ഇവളെ കല്യാണം കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ സന്തോഷമായി ജീവിക്കാന്നാണ് വിചാരിക്കുന്നത്. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അങ്ങനെ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല വായൊന്നും പറഞ്ഞ് അവനെ വിളിച്ച് പോകുന്ന സമയം ലിജിയുടെ അച്ഛൻ അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനായിട്ട് ലിജിനോട് പറയാണ്. ലിജിക്കായി ടോമി വാങ്ങിക്കൊടുത്ത സാരിയും അവൾ തിരിച്ച് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു തരി പോലും അലിവില്ലാതെ ടോമിയെ ലിജി തേക്കാണ്. അവള് വേറെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ആകെ മനസ്സുടഞ്ഞു പോയിട്ടാണ് ടോമി ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മനോജ് അവൾക്ക് നല്ല ലൈഫൊന്നും അല്ല, അവള് ദുഃഖത്തിലാണ് ഉള്ളതെന്ന് അറിഞ്ഞപ്പോഴാണ് ആ ഒരു മെന്റൽ സ്ട്രെങ്ത് തിരിച്ചു വന്നത്. പക്ഷെ ഇപ്പൊ അവള് സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞതോ അവനക്ക് വീണ്ടും മെന്റലി ഡൗൺ ആവാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം ക്യൂർ ആയിട്ട് ടോമി തിരിച്ചെത്തുന്നുണ്ട്. മനോജിനോട് ആ ഗോഡൌണിലേക്ക് ഒരു ദിവസം കൂടി എനിക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് പറയാണ്. മനോജും അതിന് സമ്മതിച്ച് ആ ഒരു ഗോഡൌണിൽ തന്നെ ടോമിയെ കൊണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ജോബിന് ടോമി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെന്തായാലും തല്ലുണ്ടായിരുന്നു, അത് മോശമായി പോയിന്നും പറഞ്ഞ് ടോമിയെ വിളിക്കുന്നുണ്ട്. ടോമി അപ്പോ വിരോധമില്ലെങ്കിൽ നമുക്കിതെല്ലാം സംസാരിച്ച് തീർക്കാം, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇവിടേക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കാണ്. ജോബിനും അവിടേക്ക് എത്തുന്നുണ്ട്. ജോബിനും ടോമിയും അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഇനി നിങ്ങളുടെ വഴിയിൽ ഞാൻ ബുദ്ധിമുട്ടായിട്ട് വരില്ല, ഇത്രയും കാലം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ വാങ്ങിക്കൊടുത്ത ആ സാരി ഉണ്ടായിരുന്നല്ലോ ലിജിക്ക്, ആ സാരി അവിടെ ഉണ്ടായിരുന്നു. ആ സാരി എടുത്ത് ജോബിൻ നോക്കുന്നെല്ലാം ഉണ്ട്. അവസാനം കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും പിരിയാണ്. പക്ഷെ ജോബിൻ പോയതിനു ശേഷം അവനൊരു വലിയ കാര്യം ചെയ്യാണ്. എന്താന്ന് വെച്ചാല് അവൻ ആ സാരി എടുത്ത് തന്നെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ കെട്ടി തൂങ്ങി മരിക്കുകയാണ്. പിറ്റേ ദിവസം മനോജ് വന്ന് നോക്കുമ്പോ തൂങ്ങി മരിച്ച നിലയിൽ ടോമിനെ കാണപ്പെടാണ്. ഇപ്പൊ ലിജിയും 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ ഹസ്ബൻഡ് ജോബിനെ ടോമിയെ കൊന്ന കുറ്റത്തിന് പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. കാരണം അവസാനമായിട്ട് ടോമിയെ കാണാൻ പോയത് ജോബിനാണെന്നും ആ ഗോഡൌണിൽ നിന്ന് ജോബിൻ പോകുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഉണ്ടെന്നും പോലീസ് കണ്ടുപിടിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ ഫിംഗർ പ്രിന്റ്സ് ടോമിയുടെ ദേഹത്ത് നിന്നും ആ ഒരു സാരിയിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ തന്നെയാണ് ടോമിയെ കൊന്നതെന്ന് പോലീസുകാർ തീരുമാനിച്ച് അവനെ അറസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ മരിക്കുന്നതിന് മുമ്പ് ടോമിയാണെന്ന് വെച്ചാല് അച്ഛനും രാജൻ സാറിനും പിന്നെ അവനെ നോക്കിയ ആ സൈക്കാട്രിസ്റ്റിനും ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നന്ദി പറഞ്ഞിട്ടാണ് അവൻ കത്ത് എഴുതിയിരിക്കുന്നത്. ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്കിങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു കത്തിന്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. ലിജി തന്റെ ഹസ്ബൻഡിനെ പോലീസ് പിടിച്ചോണ്ട് തന്നെ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവളുടെ വക്കീൽ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. വക്കീൽ ഫ്രണ്ട് അപ്പൊ പറയാണ്, ഇവൻ ഇത്രയും ചെയ്തു കൂട്ടിയത് എന്തിനാണെന്നറിയോ? നിനക്കൊരു റിഗ്രറ്റ് തോന്നാനായിട്ട്, നീ ഇങ്ങനെ കരയുന്നത് കാണാനായിട്ട്. അതുകൊണ്ട് നീ ഒരിക്കലും കരയരുത്, തെറ്റ് ചെയ്തു നീ റിഗ്രറ്റ് അടിക്കുകയും ചെയ്യരുതെന്ന് പറയാണ്. ടോമി അവൻ മരിക്കുന്നതിന് മുമ്പ് ലിജിക്ക് ഒരു കത്തയച്ചിരുന്നു. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ലിജിക്ക് ഒരു വലിയ സത്യം മനസ്സിലാവാണ്. അവളിപ്പോ പ്രഗ്നന്റ് ആയിരുന്നല്ലോ, അവളുടെ ഹസ്ബൻഡിന് കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ അവൻ ചികിത്സ തേടുന്നുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലാണ് അന്ന് സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ടോമിയും പോയത്. ജോബിനും ലിജിയും കാണാൻ പോയിരുന്ന ആ ഒരു ഡോക്ടറെ ടോമിക്ക് ആദ്യമേ പരിചയം ഉണ്ടായിരുന്നു. ആ ഡോക്ടർക്ക് അവൻ 4 വർഷം കൊണ്ട് സമ്പാദിച്ച എല്ലാ മുതലും കൊടുത്തുകൊണ്ട് അവനൊരു കാര്യം ചെയ്യാണ്, അവന്റെ സ്പേം അവൻ ഡൊണേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഭർത്താവിന് കുട്ടികൾ ഉണ്ടാവാത്തോണ്ട് തന്നെ ടോമിയുടെ സ്പേം എടുത്തിട്ടാണ് ലിജിയുടെ വയറ്റിലെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പൊ ലിജിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ടോമിയുടേതായിരുന്നു. ഏതാളുടെ കൂടെ ജീവിച്ചാലാണോ എനിക്ക് കറുത്ത കുട്ടീനെ കിട്ടും, വെളുത്ത കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവള് പോയത്, ആ ഒരാളുടെ കുട്ടിയെ തന്നെയാണ് അവളിപ്പോ ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം അവള് മനസ്സിലാക്കി അവിടെ നിന്ന് കരയാണ്. ടോമിക്ക് ഹൈറ്റ് ഇല്ലാത്തോണ്ട് തന്നെ അത്രയും വലിയ ഉയരത്തില് അവനക്ക് സാരി കെട്ടി തൂങ്ങി മരിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പോലീസുകാരുടെ ഏറ്റവും വലിയ ഡൗട്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ആ ഒരു കത്തിലുണ്ടായിരുന്നു. അവൻ വലിയൊരു ഐസ് കട്ട എടുത്ത് അത് നിർത്തി വെച്ചതിന് ശേഷം അതിൽ ചവിട്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ആ ഒരു ഐസ് കട്ട ബാക്കിയുള്ളവർ അവിടെ എത്തുമ്പോഴേക്കും അലിഞ്ഞു തീർന്നിരുന്നു. ഇവൻ എങ്ങനെ അത്രയും ഉയരത്തില് കെട്ടി തൂങ്ങിന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് ജോബിൻ ചെയ്തതായിരിക്കുമെന്ന് അവർ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഇപ്പൊ അച്ഛന്റെ കയ്യിലുള്ള ആ ഒരു കത്ത് നീ പോലീസിന് കാട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഹസ്ബൻഡ് രക്ഷപ്പെടുമെന്നും ടോമി ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ലവ് ഫെയിലിയർ കാരണം അവൻ അവന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാണ് ചെയ്തത്. ഒരിക്കലും റിവെഞ്ച് നമുക്കൊരു പോസിറ്റീവ് വൈബ് അല്ല തരാം. മറ്റുള്ളവരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മ കുടിക്കുന്ന ഒരു വിഷമാണ് റിവെഞ്ച്. അവരെ നശിക്കുകയില്ല, നമ്മ നശിക്കുകയും ചെയ്യും. ആക്ച്വലി ഈ സിനിമ ഇത്രയല്ല ഉള്ളത്, ഈ സിനിമ ഇനിയും കുറേ ഉണ്ട്. ആ ഒരു സിനിമയില് വേറൊരാള് സിനിമ എടുക്കുന്നതാണ് ഈ ഒരു കഥ. അതങ്ങനെ ബോറായിട്ട് പോണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു നല്ല സ്റ്റോറി മാത്രം ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. 2025 പുറത്തിറങ്ങിയ ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞ മൂവിയാണ് ഇത്. ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തിട്ട് പോവാ. ആ കമന്റ് സെക്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് എന്നുള്ള ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തേക്കണേ.